86 ദിവസം കട്ടിലിൽ ഒരേ കിടപ്പ്. എന്തിനും പരസഹായം വേണ്ടി വന്ന കാലം. ഫെബ്രുവരി 27-ന് കാലിലെ പ്ലാസ്റ്റർ എടുത്തു. മടങ്ങാൻ കൂട്ടാക്കാതിരുന്ന വലത് കാൽമുട്ടിനെ നിരന്തര വ്യായാമത്തിലൂടെ വരുതിയിലാക്കി. ഇപ്പോൾ നടക്കാവുന്ന തരത്തിലായിട്ടുണ്ട്. സാധാരണ നിലയിലെത്താൻ ഇനിയും ആഴ്ചകൾ കാത്തിരിക്കണം. കാലിന് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ നീരുമുണ്ട്. എക്സസൈസ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ മുറിവെണ്ണ പറ്റുന്നുണ്ട്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ നീര് പിന്നെ കൂടുക. പുറമറ്റം കമുകുംപ്രയാർ ചെറുതോടത്ത് വീട്ടിൽ വർഗീസിനെ ഡിസംബർ 4-ന് രാത്രി 10 മണിയോടെ വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു കാട്ടുപന്നി കുത്തിയത്. വലതുകാൽ ഒടിഞ്ഞു തൂങ്ങി. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യം ചികിത്സ. ശേഷം ജില്ലാ ആശുപത്രിയിൽ. ചികിത്സയ്ക്ക് ചെലവായ തുകയും അനുബന്ധ രേഖകളും സഹിതം ജനുവരി 1-ന് അപേക്ഷ സമർപ്പിച്ചു. വില്ലേജിൽ നിന്ന് അതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം കൂടെ അവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൊടുത്തായിരുന്നു. താലൂക്കിൽ പോയിട്ടെന്ന് പറഞ്ഞുള്ള SMS വന്നിട്ടുണ്ട്. കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതല്ല, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചികിത്സാ നഷ്ടപരിഹാരം എപ്പോൾ ലഭ്യമാകുമെന്നതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിശ്ചയമില്ല. 6 മാസത്തിന് മുൻപുള്ള അപേക്ഷകളിന്മേൽ പോലും പണം ലഭ്യമായിട്ടില്ലെന്നാണ് വിശദീകരണം. ഫണ്ട് അപര്യാപ്തതയത്രേ കാരണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.